അഭിപ്രായം പറഞ്ഞ് വെട്ടിലാകാറുണ്ട് രാഹുൽ ഈശ്വർ. വിചിത്രമായ ചില നിലപാടുകളും വിവാദമായിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ അന്ധമായി ന്യായീകരിച്ച് ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്നിരുന്നു രാഹുൽ ഈശ്വർ. സിദ്ദിഖിനെതിരായ കേസിൽ സിദ്ദിഖിനെ ന്യായീകരിച്ചും അദ്ദേഹം രംഗത്തു വന്നു. ഹണി റോസ് ബോച്ചെ വിഷയത്തിലും രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം വിവാദമാകുന്നു. ബോച്ചയെ ന്യായീകരിക്കുകയും ഹണി റോസിന്റെ വസ്ത്രധാരണത്തിലെ കുഴപ്പം കണ്ടുപിടിക്കുകയുമാണ് രാഹുൽ ഈശ്വർ. ബോച്ചയുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്നതിൽ രാഹുലിന് ന്യായീകരണങ്ങളേറെയുണ്ട്. അതിലൊന്ന് ഹണി റോസ് വിമർശനത്തിന് അതീതയല്ല എന്നതാണ്. വിമർശിക്കാതിരിക്കാൻ മദർ തെരേസയൊന്നുമല്ലല്ലോ എന്നാണ് രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചകളിൽ ചോദിക്കുന്നത്. ഹണി റോസിനെതിരെ ബോബി ചെമ്മണ്ണൂർ നടത്തിയത് വിമർശനമല്ല, അധിക്ഷേപമാണ്, അപമാനിക്കലാണ്, പരിഹസിക്കലാണ്, സ്ത്രീ വിരുദ്ധതയാണ്. അതിനെയാണ് രാഹുൽ ന്യായീകരിക്കുന്നത്. ഹണി റോസിന്റെ വസ്ത്രധാരണം ശരിയല്ലെന്നുള്ളതാണ് രാഹുലിന്റെ രണ്ടാമത്തെ വാദം. വസ്ത്രസ്വാതന്ത്ര്യം ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ എന്ന് ചോദിച്ച ചാനൽ അവതാരകർക്ക് മുന്നിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും വസ്ത്രസ്വാതന്ത്ര്യത്തെയും കൂട്ടിക്കലർത്തിയൊരു മറുപടി അങ്ങ് നടത്തി രാഹുൽ. ബോച്ചെ നടത്തിയത് വഷളത്തരമാണെങ്കിൽ ഹണി റോസിന്റെ വസ്ത്രധാരണവും വഷളത്തരമാണെന്നാണ് രാഹുൽ ഈശ്വറിന്റെ പക്ഷം. ഹണി റോസിന്റെ വസ്ത്രധാരണം മോശമാണെന്ന് ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിലുണ്ടോ എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്. വീഡിയോസിന് താഴെ വരുന്ന കമന്റുകളിൽ പരിശോധിക്കുമ്പോൾ അറിയാം, എല്ലാവരും അതിൽ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറ്റപ്പെടുത്തുകയാണ്. രാഹുൽ പറയുന്നു, ഹണി റോസിന്റെ പരാതിയിൽ ബോച്ചയെ 3 വർഷം ജയിലിലടയ്ക്കുമോ എന്ന ആശങ്കയാണ് അടുത്തത്. ബോച്ചെ പറഞ്ഞതിനെ ന്യായീകരിക്കുന്നില്ല. ബോച്ചെ പറഞ്ഞത് അദ്ദേഹം പിൻവലിക്കണമെന്നും ക്ഷമ പറയണമെന്നും ആ ക്ഷമ സ്വീകരിക്കണമെന്നുമാണ് താൻ ഹണി റോസിനോട് അഭ്യർത്ഥിച്ചതെന്നാണ് രാഹുൽ പറയുന്നത്. വസ്ത്രധാരണമാണോ അതിനു നേരെ ഉയർന്ന ആൺനോട്ടങ്ങളാണോ പ്രശ്നമെന്ന് ചോദിച്ച ചാനൽ അവതാരകരോട് ആൺനോട്ടങ്ങളെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്ത വ്യക്തിയാണ് ഹണി റോസ് എന്നാണ് രാഹുൽ ഈശ്വർ മറുപടി പറഞ്ഞത്. ബോച്ചയെ പോലെ സ്ത്രീകൾക്ക് നേരെ ധാരാളം പേർ ഇത്തരത്തിൽ വെർബൽ റേപ്പ് നടത്താറുണ്ടെന്ന് പറഞ്ഞ അവതാരകരോട് ബോച്ചയ്ക്ക് നേരെ അത്തരം വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് രാഹുൽ രോഷം കൊണ്ടു. രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ വിമർശനവും അധിക്ഷേപവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ആവിഷ്കാര സ്വാതന്ത്ര്യവും വസ്ത്ര സ്വാതന്ത്ര്യവും ഒരു കയറിൽ കെട്ടുന്ന രാഹുൽ ഈശ്വറിനോട് പറയാനുള്ളത്, സ്വാതന്ത്ര്യത്തിന്റെ പരമമായ അർത്ഥം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിനുമേൽ കടന്നു കയറാതിരിക്കുക എന്നതാണ്. മറ്റൊരാളെ നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വേദനിപ്പിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യാതിരിക്കുക എന്നതാണ്. ഹണി റോസിന്റെ വസ്ത്രധാരണം മറ്റൊരാളെ അധിക്ഷേപിക്കുകയോ കളിയാക്കുകയോ ചെയ്യാത്തിടത്തോളം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഹണി റോസിനുണ്ട്.